എന്ന പോലെ മുഖസൗന്ദര്യത്തിന് നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. പല പ്രോഡക്ട്സ് ഉപയോഗിച്ച് നമ്മൾ മേക്ക് ഓവർ ചെയ്യാറുമുണ്ട്. എന്നാൽ ആ മേക്ക് ഓവർ പെർമനൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിച്ചാലോ? അങ്ങനെ ഒരു സ്ഥാപനത്തിലാണ്, കൊച്ചിയിലെ നമ്പർ 1 കോസ്മെറ്റിക്സ് സെൻ്ററിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്, റൂമ കോസ്മെറ്റിക്സ്. മൂന്ന് ബ്രാഞ്ചസ് ആണുള്ളത്. ഫസ്റ്റ് നമ്മൾ 2018 കൊച്ചി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അതിനുശേഷം കാലിക്കറ്റ്, പിന്നെ കൊല്ലം. അങ്ങനെ ടോട്ടൽ 3 ബ്രാഞ്ചസാണ് നമുക്ക് ഉള്ളത്. 2018 നമ്മുടെ ഫസ്റ്റ് ബ്രാഞ്ച് കൊച്ചിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിനുശേഷമാണ് നമുക്ക് കാലിക്കറ്റും കൊല്ലവും ഒക്കെ അങ്ങനെ വന്നിരിക്കുന്നത്. നമ്മളിത് ഫസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു സർവീസിനെ കുറിച്ച് യാതൊരു ഐഡിയ ആർക്കും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആവശ്യക്കാർ ഒത്തിരി ആണെന്ന് നമ്മൾ മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ. ഈവൻ ഇന്ത്യയിൽ പോലും ഈ ബ്രാൻഡിൻ്റെ എക്സ്ക്ലൂസീവ് എല്ലാ സർവീസും കിട്ടുന്ന ക്ലിനിക്ക് നമ്മുടെ കൊച്ചിയിൽ 2018 റൂമ പെർമനൻറ്റ് കോസ്മെറ്റിക്സ് ആണ്. അതാണ് ഞാൻ പറഞ്ഞ പെർമനൻറ്റ് കോസ്മെറ്റിക്സിൽ ഏറ്റവും ബെസ്റ്റ് ബ്രാൻഡുമായിട്ട് നമ്മളാണ് ഇന്ത്യയിൽ തന്നെ എക്സ്ക്ലൂസീവ് ക്ലിനിക്ക് ഇട്ടിരിക്കുന്നത്. ഏറ്റവും ആദ്യം തന്നെ എൻ്റെ ഇൻട്രസ്റ്റാണ് ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ. ഏത് സർവീസിനും ഏതൊരു ഇൻഡസ്ട്രിയിലും നമുക്ക് ഫസ്റ്റ് നമുക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ പഠിച്ചു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ബ്യൂട്ടി ഇൻഡസ്ട്രി കുറേ നാളായിട്ട് നമ്മൾ സർവീസുകൾ പഠിക്കുന്നുണ്ട്, അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് US ഒരു കോസ്മെറ്റോളജി എടുക്കാനായിട്ട് നല്ലൊരു ചാൻസ് കിട്ടിയപ്പോൾ നമ്മൾ അവിടെ US ചെന്ന സമയത്ത് 3 ഇയർ ഡിഗ്രിയാണ് നമുക്ക് ടെക്സസ് കമ്മ്യൂണിറ്റി കോളേജിൽ നിന്നാണ് ഞാൻ എടുത്തത് കോസ്മെറ്റോളജി നമ്മൾ US നിന്നാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ പെർമനൻറ്റ് കോസ്മെറ്റിക്സ് എന്ന് പറയുന്നത് കോസ്മെറ്റോളജി സെക്ഷനിൽ വരുന്നതല്ല. അത് ഞാൻ പ്രത്യേകം അതും ഏറ്റവും ബെസ്റ്റ് ബ്രാൻഡായ ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ബ്രാൻഡ് ഫീബ്രോസ് എന്ന് പറയുന്ന ബ്രാൻഡാണ്. അവരുടെ അക്കാഡമി ഉണ്ട് സെർബിയയിൽ. അവിടുത്തെ പെർമനൻറ്റ് കോസ്മെറ്റിക്സാണ് കംപ്ലീറ്റ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അതായത് ഫീ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സർവീസുകൾ കംപ്ലീറ്റ് നമ്മൾ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ കൊച്ചി ബ്രാഞ്ചിലാണ്. അത് 2018 ഇത് പെർമനൻറ്റ് കോസ്മെറ്റിക്സ് എന്ന് പറയുമ്പോൾ കോസ്മെറ്റിക്സ് അവോയ്ഡ് ചെയ്യാനുള്ള എല്ലാ സർവീസുകളും. അതായത് ഫസ്റ്റിൽ തന്നെ ആൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു പേരാണ് മൈക്രോ ബ്ലേഡിങ്. എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും കേൾക്കുന്നൊരു നെയിമാണ്. മൈക്രോ ബ്ലേഡിങ് എന്ന് പറയുന്നത് നമ്മുടെ ഐബ്രോ കറക്ഷനാണ്. ഐബ്രോസ് നമ്മൾ പെർമനൻ്റായിട്ട്, അതായത് ഷേപ്പും കളറും എല്ലാം പെർമനൻ്റായിട്ട് ഫിക്സ് ചെയ്യുന്നതാണ് ഐബ്രോസ് മൈക്രോ ബ്ലേഡിങ്. പിന്നുള്ളത് ഡാർക്ക് ലിപ്പ് കറക്ഷൻ, അതിന് വേറൊരു പേരുണ്ട്, ലിപ്പ് കോൺട്രിങ് എന്ന് പറയും, ലിപ്പ് ബ്ലഷ് എന്നും പറയും, പെർമനൻറ്റ് ലിപ്പ് ബ്ലഷ്, ഇങ്ങനെ 3 പേരിലും പറയുന്നുണ്ട്. പക്ഷേ സർവീസ് എല്ലാം ഒന്ന് തന്നെയാണ്. ഡാർക്ക് ലിപ്പ് കറക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ലിപ്പിലെ ഡാർക്ക് ഷെയ്ഡ്, അത് ഏത് രീതിയിലുള്ളതാണെങ്കിലും, ഇത് ഹെറിഡിറ്ററി ആയിട്ട് വന്നതാണെങ്കിൽ, ഇപ്പോൾ സ്മോക്കേഴ്സിൻ്റെ ആണെങ്കിൽ, ഇങ്ങനെയൊക്കെ ആണെങ്കിലുള്ള ലിപ്പിൻ്റെ ആ ഒരു ഡാർക്ക് ഷെയ്ഡ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നത് പെർമനൻ്റ് ആയിട്ട്. അതായത് തിരിച്ച് നമ്മുടെ ഏത് അവസ്ഥയിലാണോ പഴയത് ഇരുന്നത് അങ്ങനെ ഒരിക്കലും വരില്ല. പെർമനൻ്റ് എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന പിഗ്മെൻറ്റ്സ് കുറേ വർഷങ്ങളോളം ലാസ്റ്റ് ചെയ്യും, പക്ഷേ കുറച്ചൊക്കെ ഫെയ്ഡാകും. അത് നമ്മൾ ഇടയ്ക്കൊന്ന് റീടച്ച് ചെയ്ത് കൊടുത്തു പോയാൽ മതി. അതൊന്ന്. അങ്ങനെ രണ്ടാമത്തെ സർവീസാണ് ഡാർക്ക് ലിപ്പ് കറക്ഷൻ. പിന്നെ പെർമനൻറ്റ് ഐലൈനർ. ഇപ്പം ഐസ് ഫേസിൽ നമുക്ക് ഐബ്രോസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ അല്ലാതെയൊക്കെ ആണെങ്കിലും കണ്ണിനൊരു ജീവനൊന്നുമില്ല, കണ്ണിന് ലാഷൊക്കെ കുറവുള്ളവർക്ക്, കണ്ണിന് ഷേപ്പ് അധികം ഇല്ലാത്തവർക്കൊക്കെ ആണല്ലോ നമ്മൾ ലൈനർ കൊടുക്കുന്നത്, ഐലൈനർ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിന് പകരം എപ്പോഴും ഐലൈനർ യൂസ് ചെയ്യേണ്ട, അതിന് പകരം നമുക്ക് ഇപ്പോൾ ലാഷ് വെക്കുന്നതിന് പകരമൊക്കെ ലാഷിൻ്റെ ഒരു ഡെൻസിറ്റി ഉണ്ടെന്ന് തോന്നാനൊക്കെ വേണ്ടി ചെയ്യുന്നൊരു സർവീസാണ് പെർമനൻറ്റ് ഐ കോൺട്യൂർ. പിന്നെ ഉള്ളത് നമുക്ക് സ്കാൽപ്പ് പിഗ്മെൻറ്റേഷൻ ഒത്തിരി പേർക്ക് ഉപയോഗപ്പെടുന്നുണ്ട്. അതൊരു ബ്യൂട്ടിഫിക്കേഷന് മാത്രമല്ല, കോൺഫിഡൻസ് ലെവലിൽ കൂട്ടുന്നൊരു സർവീസാണ്. അതായത് ഈ സ്കാൽപ്പ് പിഗ്മെൻറ്റേഷൻ വരുന്നവരാരെന്ന് വെച്ചാൽ, നമുക്ക് ലേഡീസ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും ഈ ക്രൗൺ ഏരിയയിൽ നിന്ന് ഒരു ഹെയർ ഡെൻസിറ്റി കുറയും, തിന്നിങ് ആവും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നെറ്റി കയറുക എന്ന് പറയില്ലേ, അത് പല അസുഖങ്ങളും കൊണ്ടുമുണ്ട്. അലോപേഷ്യ, ക്യാൻസറിന് പിന്നെ മൊത്തത്തിലായിരിക്കും പോകുന്നത്. അലോപേഷ്യയുടെ ആണ് ആദ്യം നമ്മൾ ഈ വട്ടത്തിൽ മുടി കൊഴിഞ്ഞ് ഇങ്ങനെയൊക്കെ പോകണം, അങ്ങനെയൊക്കെ സംഭവങ്ങളുള്ളത്. അപ്പോൾ സ്കാൽപ്പിൽ നമുക്ക് ഹെയർ ഗ്രോത്ത് കുറവുള്ളവർക്ക് നമുക്ക് ഹെയർ ഉണ്ടെന്ന് തോന്നാൻ വേണ്ടി, ഒരു ഡെൻസിറ്റി ഉണ്ടെന്ന് തോന്നാൻ വേണ്ടി കൊടുക്കുന്നൊരു സർവീസാണ് സ്കാൽപ്പ് പിഗ്മെൻറ്റേഷൻ. പിന്നെ ഉള്ളത് നമുക്കെന്ന് വെച്ചാൽ BB ഗ്ലോ. സ്കിന്നിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുമ്പോൾ BB ഗ്ലോയിൽ ചെറിയ കൺഫ്യൂഷൻ എല്ലാവർക്കും ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, BB ഗ്ലോ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട പോലെ റിസൾട്ട് ആണോ വരുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ട്. ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ BB ഗ്ലോ എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് ടിൻറ്റഡ് ഉണ്ട്, പക്ഷേ ബാക്കി ഒരു 90% നമ്മുടെ സ്കിന്നിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് സ്കിന്നിന് വേണ്ട സിറംസാണ് അതിൻ്റെ ഉള്ളത്. അതായത് കൊളാജിൻ, വൈറ്റമിൻ C, അങ്ങനെയൊക്കെയുള്ള PDRN, അങ്ങനെയുള്ള സിറംസ്. അതിപ്പോൾ സ്കിൻ കണ്ടീഷൻ അനുസരിച്ച്, സ്കിന്നിന് റിങ്കിൾസ് ആണെങ്കിൽ റിങ്കിൾസിന്, ആക്നേക്കാണെങ്കിൽ ആക്നേക്കുള്ള സിറംസ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് പിഗ്മെൻറ്റ്സ് കൂടെ ഉണ്ടെന്നേ ഉള്ളൂ. അത് കുറച്ചൊന്ന് ബ്രൈറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് മാത്രം. അല്ലാതെ BB ഗ്ലോ ചെയ്തുകൊണ്ട് നമുക്കൊരു ഫൗണ്ടേഷൻ ഇട്ട് എഫക്റ്റ് അല്ല വരുന്നത്. കംപ്ലീറ്റ് ഒരു സ്കിൻ റെജുവിനേഷൻ ട്രീറ്റ്മെൻറ്റ് ആണ് BB ഗ്ലോ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ഹെയർ എക്സ്റ്റൻഷനാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ
ഹെയർ തിന്നിങ് ആകുന്നു, അലോപേഷ്യ ക്ലയൻസ്, പിന്നെ അല്ലെങ്കിൽ ഹെയർ അല്ലാതെ തന്നെ നമ്മളെല്ലാം ഹൈലൈറ്റ്സ് ചെയ്യല്ലേ. ഹൈലൈറ്റ്സ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു പേടി, അയ്യോ മുടി ചീത്തയായി പോവും, അല്ലെങ്കിൽ കളറൊക്കെ ചെയ്യുമ്പോഴത്തേക്ക്. ഇപ്പം അങ്ങനെ ഹൈലൈറ്റ്സ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ സ്വന്തം മുടി ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ നമ്മൾ വെക്കാൻ പോകുന്ന ഹെയർ ഏത് കളറിലോട്ട് കൊണ്ടുവന്നോ അത് ചെയ്തിട്ട് നിങ്ങൾക്കിത് ഫിക്സ് ചെയ്യാം. അത് വളരെ സേഫായിട്ട് തന്നെ ആ രീതിയിൽ ചെയ്യാം. അതൊരു ഹെയർ എക്സ്റ്റൻഷൻ. പിന്നെ വേറെ എന്ന് വെച്ചാൽ വിഗൊക്കെ യൂസ് ചെയ്യുന്നവർക്ക്, അതായത് വളരെ ഷോർട്ട് ഹെയർ ഉള്ളവർക്ക് എക്സ്റ്റൻഷൻസ് എങ്ങനത്തെയുള്ള എക്സ്റ്റൻഷൻ എടുക്കണം ചെയ്യണമെന്ന് അറിയാതെ ഒത്തിരി പേര് കൊണ്ടുപോയി വിഗൊക്കെ വയ്ക്കാറുണ്ട്. ആ വിഗും കംപ്ലീറ്റ് ഒഴിവാക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സ്റ്റൻഷൻ നമുക്കിപ്പോൾ ഇവിടെ അവൈലബിൾ ആണ്. LW എക്സ്റ്റൻഷൻ അതൊക്കെ ആണ് ഞങ്ങളുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അതായത് ഈ പുതിയ സർവീസുകളാണെങ്കിൽ പോലും ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് അഡ്വാൻസ്ഡ് ടെക്നിക്കാണ് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. സേഫ്റ്റി അതും കൂടെ നമ്മൾ പറയണം. നമ്മൾ ഈ പുതിയ സർവീസുകൾ നിങ്ങൾ കേൾക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള പെർമനൻറ്റ് കോസ്മെറ്റിക്സ്, ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലോട്ട് ഇതെല്ലാം ഇൻഫ്യൂസ് ചെയ്യുകയാണ്, സ്കിൻ്റെ അടിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. അതെല്ലാം പെർമനൻ്റായിട്ട് നമ്മൾ ജീവിതകാലം മുഴുവൻ ബോഡിയിൽ കൊണ്ടുനടക്കേണ്ട സാധനങ്ങളാണ് അത്. അപ്പോൾ അങ്ങനെയുള്ള സർവീസുകൾ എടുക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് എടുക്കുക. അതായത് അവിടെ ഒരു ക്വാളിറ്റി എപ്പോഴും നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം. നിങ്ങളായിരിക്കും കാണുമ്പോൾ ആയിരിക്കും കറുപ്പ് കുറച്ച് പെയിൻറ്റ് ചെയ്ത് അത് എല്ലായിടത്തും ഒരേപോലെയാണ്, ഒരിക്കലും അല്ല. അതിൽ ഒത്തിരി കുറേ വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ സാധാരണ ആൾക്ക് അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് ചിലപ്പോൾ 1000 രൂപയ്ക്കും സർവീസ് ചെയ്ത് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷേ അത് അങ്ങനെയുള്ള ഒത്തിരി പേര് ഞങ്ങളുടെ അടുത്ത് കറക്ഷന് വരുന്നുണ്ട്. കറക്ഷൻ ചെയ്യാം, പക്ഷേ അത് എത്രത്തോളം നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാമെന്ന് പറ്റത്തില്ല, പറയാൻ പറ്റില്ല. പിന്നെയും നമ്മുടെ പൈസ പോവല്ലേ. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ എൻ്റെ അടുത്ത് നിന്നല്ല, എവിടെയാണെങ്കിലും ക്വാളിഫൈഡ് ആയിട്ടുള്ളവരുടെ അടുത്ത് മാത്രം പോയി സർവീസ് എടുക്കുക. ഇതിൻ്റെ ഒരു അഡ്വൈസാണ് എല്ലാവരോടും. ഏതൊക്കെ കാറ്റഗറി എന്ന് ചോദിക്കുമ്പോൾ എല്ലാ ആളുകളും എല്ലാവരും വിചാരിക്കും ഇത് പെർമനൻറ്റ് കോസ്മെറ്റിക്സ് സാധാരണക്കാർ ചെയ്യില്ല എന്നുള്ളത്. എൻ്റെ 99% എൻ്റെ ക്ലയൻസും സാധാരണക്കാർ തന്നെയാണ്. സെലിബ്രിറ്റീസ് എല്ലാം ചെയ്യുന്നുണ്ട്, ബിസിനസ് ലേഡീസും വലിയ എല്ലാ VIP ക്ലയൻസും നമുക്കുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ എൻ്റെ ക്ലയൻസ് സാധാരണക്കാർ തന്നെയാണ്. പിന്നെ വേറെ വെച്ചാൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വൺസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇതിൻ്റെ പുറകെ നടക്കണ്ട. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഇതെല്ലാവരും ചെയ്യുന്നത്. കുറച്ച് കോസ്റ്റ്ലി തന്നെയാണ്, ഒരിക്കലും ഇതൊരു ലോ റേറ്റ് സർവീസുകളല്ല ഒരിക്കലും, പക്ഷേ എങ്കിൽ പോലും അതൊക്കെ വേർത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്, എല്ലാവരും ജെൻസൊക്കെ ഇത് ചെയ്യുന്നുണ്ടോ? ജെൻസ് എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ട്രെൻഡാണ്, എല്ലാവരും ജെൻസ് ബിയേർഡും എല്ലാം വയ്ക്കും. പക്ഷേ ചിലർക്ക് ഐബ്രോസ് കുറവായിരിക്കും, അല്ലേ, തിക്നെസ് കുറവായിരിക്കും. അപ്പോൾ ഇതുമായിട്ടൊന്ന് പ്രൊപ്പോർഷണൽ ഈക്വലാക്കാൻ വേണ്ടിയിട്ട് ജെൻസ് വന്ന് മൈക്രോബ്ലേഡിങ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഡാർക്ക് ലിപ്പ് കളക്ഷൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ജെൻസാണ് ഞങ്ങൾക്കിവിടെ. ലിപ്പിൽ ഡാർക്ക് ഷെയ്ഡ് ഏറ്റവും കൂടുതൽ പെർമനൻ്റായിട്ട് മാറ്റാനായിട്ട് വരുന്ന ഒരു 50% നമുക്ക് ജെൻസ് തന്നെയാണ്. അതുപോലെ BB ഗ്ലോ ചെയ്യുന്നുണ്ട് ജെൻസ്, സ്കിൻ ട്രീറ്റ്മെൻറ്റ്സുകൾ എടുക്കുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഹെയർ എക്സ്റ്റൻഷൻ വരെ ജെൻസ് എടുക്കുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞു, ആ ഷോർട്ട് ഹെയറിൽ പോലും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സ്റ്റൻഷൻസ് നമുക്കിപ്പോൾ അവൈലബിൾ ആയതുകൊണ്ട് ജെൻസും ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചില ജെൻസൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഹെയർ ഗ്രോ ചെയ്യുന്നവരുണ്ട്. ചിലപ്പോൾ അവർക്ക് തിക്നെസ്സിന് വേണ്ടിയിട്ടൊക്കെ അവർ വന്ന് എക്സ്റ്റൻഷൻ വെക്കാറുണ്ട്. അതുകൊണ്ട് എല്ലാ സർവീസുകളും ഇവിടെ എല്ലാവരും ചെയ്യുന്നുണ്ട്.